ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മലയാള നാട് എന്നായിരുന്നു പാഠത്തിന്റെ പേര്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏതാ ഈ മലയാള നാട്? ഏതാണ് മലയാള നാട്? നമ്മുടെ കേരളം അല്ലെ. അതിന്റെ കുറെ സവിശേഷതകളായിരുന്നു നമ്മൾ പഠിച്ചത്. എങ്ങനെയൊക്കെ ആയിരുന്നു? നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലമാണ് ഇത് കേരളം എന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയുണ്ട് എന്നാ പറഞ്ഞേ? എന്തൊക്കെയുണ്ട് എന്നാ പറഞ്ഞത്? മലയാള നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഒന്ന് നമുക്കത് പാടാം അല്ലെ. നന്മകൾ നിറയും മലയാളം, നമ്മുടെ നാടീ മലയാളം, കേരം തിങ്ങും മലയാളം, കേളികളേറും മലയാളം, കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം, പൂവുകളണിയും മലയാളം, പുളകം പകരും മലയാളം, തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. അപ്പോ മലയാളം എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷയുടെ കാര്യമല്ല കേട്ടോ, ഇവിടെ മലയാള നാടിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ നാട് ഏതാണ്? കേരളം. കേരളത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. കേരളം വളരെ പ്രകൃതി രമണീയമായതും സുന്ദരവുമായ സ്ഥലമാണ് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് പറഞ്ഞു. നന്മകളാണ് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെ. എന്താ ഈ നന്മകള്? നന്മകള് പറഞ്ഞ എന്താ? ആർക്കറിയാം നന്മകള്? ഓക്കെ, ഇവിടെ സിദ്ധാർത്ഥ കൈ പൊന്തിക്കുന്നുണ്ട് അല്ലേ. സിദ്ധാർത്ഥേ, എന്താണ് നന്മകള്? പറഞ്ഞേ. നല്ല കാര്യങ്ങൾ അല്ലേ. നല്ല കാര്യങ്ങളുള്ള നാടാണ് ഇത് കേരളം എന്നാണ് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞല്ലേ. നന്മകള് അല്ലെ. നമ്മളും എങ്ങനെയായിരിക്കണം? നന്മകളുള്ളവരായിരിക്കണം അല്ലെ. അതാണ് പറഞ്ഞത് ആദ്യം. നന്മകൾ നിറയും മലയാളം, നമ്മുടെ നാടീ മലയാളം. അപ്പോ നമ്മുടെ നാട് എങ്ങനെയാണ്? നന്മകൾ നിറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് ആദ്യം അല്ലെ. പിന്നെന്താ പറയുന്നത്? കവി അല്ലേ പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? കേരം തിങ്ങും മലയാളം. കേരം എന്താണ്? കേരം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരം എന്താണ്? കേരളം, കേരളത്തിനെ കുറിച്ചും കേരങ്ങൾ നിറഞ്ഞതായതുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരം തിങ്ങി നിറഞ്ഞ നാടാണ് ഏത്? കേരളം അല്ലെ. ഓക്കെ, എന്താണ് ബിയോണ കേരം? തെങ്ങുകൾ അല്ലേ. ഓക്കെ, തെങ്ങുകള് സുലഭമായുള്ള നാടാണ് ഇത് കേരളം. അതുകൊണ്ട് തന്നെ എന്തിന് കേരളത്തിന് ആ പേര് വന്നത്? എങ്ങനെ? കേരങ്ങള് തിങ്ങി നിറഞ്ഞ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത് അല്ലെ നമ്മുടെ മലയാള നാടിന്. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്? കേളികൾ ഏത്? കേരം തിങ്ങും മലയാളം, കേളികളേറും മലയാളം. എന്താണ് കേളി? കേളി എന്താണ്? കേളി അർത്ഥം കേൾവി കേട്ടാന്നെല്ലാം കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേളി പ്രശസ്തി നേടിയ എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. അപ്പോ എന്താണ്? കേളി ഒരുപാട് പ്രശസ്തി കേൾവി കേട്ട നാടാണ് ഇത് കേരളം എന്നുമാണ് കവി പറയുന്നത് ഇവിടെ. പിന്നെന്താ പറയുന്നത്? കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. എന്തൊക്കെയാണ് മലയാള നാട്ടിൽ ചേരുന്നത്? എന്തൊക്കെയാണ്? കാട്, മലകള്, തോട്, പുഴ. ഓക്കെ, കാടും മലയും തോടും പുഴയും ഇതൊക്കെ ചേരുന്നതാണ് നമ്മുടെ മലയാള നാട് എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞത്? പൂവുകളണിയും മലയാളം. മലയാള നാട് എങ്ങനെയാ? പൂവുകൾ അണിയും. പൂവുകൾ അണിഞ്ഞിട്ടുണ്ട് എങ്ങനെ? അതായത് ഒരുപാട് പുഷ്പങ്ങൾ ചെടികൾക്കൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള നാടാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. പിന്നെന്താ പറഞ്ഞത്? പുളകം പകരും മലയാളം. പുളകം എന്താ? പുളകം ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്കൊക്കെ? സന്തോഷ ആധിക്യത ഉണ്ടാകുന്നതാണ് അല്ലെ പുളകം. ഓക്കെ, അപ്പൊ
പുളകം പകരും മലയാളം. ഓക്കെ മക്കളെ, നമ്മൾ എന്താ പറഞ്ഞത്? പൂവുകൾ അണിയും മലയാളം, പുളകം പകരും മലയാളം അല്ലേ? പിന്നെന്താ പറഞ്ഞേ? തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. തിരുവോണം നമ്മളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുറെ പഠിച്ചാണ് തിരുവോണത്തിനെ പറ്റി. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? തിരുവോണം എന്താ? ഇഫുന എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ ഇഫുന? നമ്മുടെ എന്താണ്? എപ്പോഴാണ് തിരുവോണം ആഘോഷിക്കാറ് നമ്മള്? ഓർമ്മയില്ല? ആർക്കറിയാം? ഇതാ അലൻ ഇവിടെ പറയുന്നുണ്ട്. എന്താ അലൻ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ചിങ്ങമാസത്തിലല്ലേ? ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് അല്ലേ? ഓണം നമ്മുടെ ഉത്സവമല്ലേ? ദേശീയോത്സവം. തിരുവോണം എന്താണ്? നമ്മുടെ ദേശീയോത്സവം അല്ലേ? അപ്പോ ആരാണ് നമ്മളെയൊക്കെ കാണാൻ വരുന്നത് തിരുവോണത്തിന്റെ അന്ന്? പ്രജകളെ കാണാൻ വരുന്ന ആരാ? ഓക്കെ, മഹാബലി അല്ലേ? മഹാബലി തിരുവോണം നാളിൽ നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ നമ്മളെയൊക്കെ കാണാൻ വരും അല്ലേ? അന്നാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത് അല്ലേ? വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് എന്ത്? വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി നമ്മളിങ്ങനെ മഹാബലിയെ കാത്തു നിൽക്കും അല്ലേ? ഓക്കെ, അദ്ദേഹം നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറെ സദ്യയെ പറ്റി വിഭവങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓണക്കളി, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഓർത്തു വെക്കണേ കേട്ടോ. ഇതിന്റെ ബാലൻസ് ആയിട്ട് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലേ? അപ്പോ ആ തിരുവോണാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. ഇങ്ങനെയൊക്കെയുള്ള ഭംഗിയാർന്ന നാടാണ് ഏത്? നമ്മുടെ മലയാള നാട്, കേരളം എന്നാണ് കവി പറയുന്നത് അല്ലേ? അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മുടെ നാടിനെ പറ്റി നമുക്ക് അഭിമാനം തോന്നാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ നാടിനോട് നമുക്ക് എന്തുണ്ടാവണം? സ്നേഹവും അഭിമാനവും ഒക്കെ വേണല്ലേ നമ്മുടെ ജന്മനാടിനോട് അല്ലെ? നമ്മുടെ മാതാവിനോട്, നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജന്മ നാട് അല്ലെ? നമ്മൾ ഏത് രാജ്യത്തിൽ പോയാലും ഏത് ഭാഷ പഠിച്ചാലും സ്വന്തം ഭാഷയെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ വീടിനെയും നമ്മൾ ഒരിക്കലും, നമ്മുടെ അമ്മയെയും അച്ഛനെയും ഒന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെ? ആ ഒരു ബോധമാണ് നിങ്ങളിൽ ഈ ഒരു കവിത വരുത്തേണ്ടത് അല്ലെ? നമ്മൾ ഇത് പഠിക്കുന്നത് എന്തിനാ? നമ്മുടെ ജന്മനാടിനോടുള്ള സ്നേഹം അത് നമുക്ക് വേണ്ടേ? നമ്മൾ ഒരുപാട് ഭാഷ പഠിക്കണം, നമ്മൾ നല്ല മക്കളാവണം അല്ലെ? ഒക്കെ പഠിക്കണം. അപ്പൊ നമ്മൾ നമ്മൾ എന്നാലും നമ്മുടെ നാടിനെ പറ്റി നമുക്ക് അഭിമാനം ഉണ്ടാവണം അല്ലെ? നമ്മൾ ജനിച്ച നാട് കേരളമാണ് എന്ന് പറയുന്നതിന് നമുക്ക് അഭിമാന ബോധം ഉണ്ടാവണം. അതുപോലെ നമ്മുടെ മാതൃഭാഷ മലയാളമാണെന്ന് പറയാനും നമുക്ക് അഭിമാനം ഉണ്ടാവണം അല്ലെ? കാരണം നമ്മൾ ആരെ കണ്ടാലും എത്ര ആളെ പരിചയപ്പെട്ടാലും നമ്മളെ സ്വന്തം അമ്മയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ആയിരിക്കണം ജന്മനാടിനോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ. ഓക്കെ, അതാണ് നമ്മുടെ മലയാള നാട് എന്ന് ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? അപ്പൊ ഒന്നുകൂടി നമുക്കത് വായിക്കാം. മലയാള നാട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ മക്കളെ. സെക്കൻഡിലേക്ക് നിങ്ങൾ കയറിയതേ ഉള്ളൂ അല്ലെ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചിഹ്നങ്ങളൊക്കെ ഓർത്ത് വായിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നന്മകൾ നിറയും മലയാളം നമ്മുടെ നാടീ മലയാളം. ഉറക്കെ വായിച്ചോ മിസ്സിന്റെ കൂടെ. കേരം തിങ്ങും മലയാളം കേളികളേറും മലയാളം. കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. പൂവുകൾ അണിയും മലയാളം പുളകം പകരും മലയാളം. തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ,
ക്ലിയർ ആണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ ആയിഷേ? എന്താ ഇവിടെ പരിപാടി ആയിഷേ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത് എന്ന ചോദ്യത്തിന് എന്താണ് നിങ്ങൾ ആൻസർ ചെയ്യുക? നമ്മുടെ നാട്ടിൽ എന്താണ് നിറയുന്നത്? എന്താണ് ആബിസേ? നമ്മുടെ പറഞ്ഞു. ഈ പശുക്ക് വെള്ളം കൊടുക്കണ്ട. എന്താണ് മോനെ? ഈ പശു ക്ലിയർ ആയില്ലല്ലോ. ഓനിപ്പൊ കേറിയത്രേ, അവിടെ മനസ്സിലായിട്ടില്ല. ഓ അതെയാ, മനസ്സിലായിട്ടില്ലേ? അയ്യോ അതെ അല്ലേ. മിസ് മലയാള നാട് എന്ന നമ്മുടെ ഫസ്റ്റ് ലെസൺ ആയിരുന്നു പഠിപ്പിച്ചത് ഇപ്പൊ കേട്ടോ. എന്താണ് ഫസ്റ്റ് ലെസന്റെ പേര്? മലയാള നാട് അല്ലെ? മലയാള നാടിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. മലയാള നാട് ഏതാ? നമ്മുടെ മലയാള നാട് കേരളം അല്ലെ? അപ്പൊ നമ്മുടെ നാടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാൻ ശ്രദ്ധിക്കോട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കോട്ടെ. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാടി മലയാളം, കേരം തിങ്ങും മലയാളം, കേളികളേറും മലയാളം, കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം, പൂവുകളണിയും മലയാളം, പുളകം പകരും മലയാളം, തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം അല്ലെ? മലയാള നാടിന്റെ കുറെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നന്മകൾ നിറഞ്ഞതാണ് നമ്മുടെ നാട് അല്ലെ? എന്താണ് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ന ചോദ്യത്തിന് എന്താ ആൻസർ പറയുക? നന്മകളാണ് നമ്മുടെ നാട്ടിൽ നിറയുന്നത് അല്ലെ? നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? നന്മകൾ. അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ കിട്ടുമോ നിങ്ങൾക്ക്? നെക്സ്റ്റ് എന്താണ്? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? എന്തെല്ലാമാണ് മലയാള നാട്ടിൽ ചേരുന്നത്? പാട്ട് പഠിച്ചിരുന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് മക്കളെ? ആർക്കറിയാം അതിന്റെ ആൻസർ? എന്താണ് മലയാള നാട്ടിൽ ചേരുന്നത്? ഇഷിക രാജ എന്താ മോളെ പറഞ്ഞു? പുഴ. കാടും മലയും തോടും പുഴയുമാണ് മലയാള നാട്ടിൽ ചേരുന്നത് അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നന്മകളാണ് എന്ത് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത് എന്ന ചോദ്യം എന്താ ഉത്തരം? നന്മകളാണ് നമ്മുടെ നാട്ടിൽ നിറയുന്നത്. രണ്ടാമത്തത് മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? എന്താണ്? കാടും മലയും പുഴയും തോടുമാണ് മലയാള നാട്ടിൽ ചേരുന്നത്. നെക്സ്റ്റ്, മലയാള നാടിന്റെ ഉത്സവം ഏത്? ഏതാണ്? തിരുവോണം. ഓക്കെ, മലയാള നാടിന്റെ ഉത്സവം ഏത്? തിരുവോണമാണ് മലയാള നാടിന്റെ ഉത്സവം അല്ലെ? ചിഹ്നങ്ങൾ നല്ലതുപോലെ പഠിക്കണേ, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റൂ. സേറാമരിയക്ക് പുസ്തകം കിട്ടിയായിരുന്നു നമ്മളെ? നോട്ട് നമ്മുടെ ടെക്സ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, PDF പോലെ. കിട്ടിയോ? സേറൊക്കെ കിട്ടാൻ സേറയുടെ നമ്പർ എന്നാ മാറിയോ അത്? ഓക്കെ, ഇന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. സേറ അൺമ്യൂട്ട് ചെയ്ത് പറ മോളെ. സേറക്ക് ഇന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുറച്ച് സബ്ജക്റ്റുകൾ നമ്മള് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ. PDF കിട്ടി. പക്ഷേ എന്റെ യഥാർത്ഥ വീട്ടിൽ ഞാൻ നേരത്തെ നിന്ന വീട്ടിലായിരുന്നു, ഇപ്പൊ പത്തനംതിട്ടയിലാ. അതെ, അതുകൊണ്ടാണ് ആ നമ്പറിലേക്ക് അല്ലേ PDF കിട്ടിയത്. മോൾ ഇപ്പം താമസിക്കുന്ന ഉപയോഗിക്കുന്ന നമ്പർ അല്ലേ? പണ്ട് താമസിച്ച വീട്ടിൽ ഇപ്പൊ പപ്പയ്ക്ക് കിട്ടിയായിരുന്നു. മോൾ ഉപയോഗിക്കുന്ന നമ്പർ അല്ലേ? PDF കിട്ടിയില്ലേ? PDF കിട്ടിയില്ലേ? PDF കിട്ടി, പക്ഷെ യഥാർത്ഥ ബുക്കാണ്. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ മോക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവല്ലോ. ഓക്കെ, PDF നോക്കിയാൽ മതി. നേരം ആ മൊബൈലിൽ PDF-ൽ വൃത്തി നിങ്ങൾക്ക് കിട്ടും. നോക്കാം കേട്ടോ. പിന്നെ ആരൊക്കെയുണ്ടല്ലോ സെക്കൻഡ് സ്റ്റാൻഡേർഡില്? സൽമാൻ ഉണ്ട്, സൽമാൻ നാസർ ഉണ്ട്,
സൽമാന് കിട്ടിയോ മോനെ? സൽമാന് കിട്ടിയോ? യെസ് ഓക്കെ. യെസ് അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ പഠിപ്പിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ആരാ? റസീൻ യൂസഫ് ഉണ്ട്. റസീൻ യൂസഫ് കേറിയില്ലേ? ബാക്കി എല്ലാവർക്കും ബുക്ക് ഇല്ലേ മക്കളെ? ബുക്ക് ഇല്ലാത്തതിന് അശ്വിനി ഉണ്ട്. അശ്വിനിക്ക് അയച്ചു തരാം കേട്ടോ. അശ്വിനി എവിടെയല്ലേ ഉള്ളത്? പത്തനംതിട്ടയല്ലേ ഉള്ളത്? ഓക്കെ. അശ്വിനി ഉണ്ട് അല്ലെ? അശ്വിനും ഉണ്ടാവും. ഓക്കെ. അപ്പോ ഈ പാഠഭാഗം എന്ത് ചെയ്യുക? നല്ലതുപോലെ വായിക്കണേ ട്ടോ. ഓക്കെ. അപ്പൊ ആരാ ഇനി ഇതൊന്ന് വായിക്കുന്നേ? ഏബലാ? ഓക്കെ. ഏബൽ വായിച്ചോ? ഏബൽ മാത്യു വായിച്ചു. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാട് മലയാളം. നേരം തെങ്ങും മലയാളം. ഏളുകളേകും മലയാളം. കാടും മലയും തോടും പുഴയും പേരും നാട് മലയാളം. പൂവുകളണിഞ്ഞും മലയാളം. ഉലകം പകരും മലയാളം. കൈബന്തി. ഓക്കെ. ഇവിടെ ജോവിൻ വായിച്ചു. ജോമൻ വായിച്ചോ? അൺമ്യൂട്ട് ചെയ്യ്. രണ്ടുപേരും കൈബന്തി അവിടെ നിന്ന്. ജോവിൻ വായിച്ചോ? നമ്മുടെ നാട് മലയാളം. കേരം തിങ്ങും മലയാളം. കേളുകളേലം മലയാളം. പുറയം നാടൻ മലയാളം. പൂകളണിയും മലയാളം. ഉലകം പകലും മലയാളം. തിരുവോണത്തിൻ നാടാണല്ലോ മലയാളം. ചിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ. ആദിത്യനൂപ് വായിച്ചോ? ആദിത്യനൂപ്. പാഠം 1 മലയാള നാട്. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാടി മലയാളം. കേരം തിങ്ങും മലയാളം. കേളികൾ ഏറും മലയാളം. കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. പൂകളണിയും മലയാളം. ഉലകം പകരും മലയാളം. തിരുവോണത്തിൻ നാടാണല്ല ചിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് ആയുഷ്. ആയിഷ എവിടെ പോകുന്ന? ആയിഷേ വേഗം അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കേ. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ജാസ്മിൻ. ആരാണ് മോളെ? പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തോ? നൈല. ഓക്കെ. വായിച്ചോ. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാടീ മലയാളം. മലയാളം. പേരും തെങ്ങും മലയാളം.
കേളികളേറും മലയാളം. മലയാളം. ഉം. കാടും മലയും മലയും ഉം. തോടും ഉം. തുഴയും ചേരും നാടൻ മലയാളം. ഉം. പൂവുകളണിയും മലയാളം. ഉം. ഉലകം പകരും മലയാളം. ഉം. തിരുവോണത്തിൻ ഉം. മലയാളം. ഓക്കെ, തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. നെക്സ്റ്റ് അമാൻ മാധവ്. ഓക്കെ, വായിച്ചു. നദിയും മലയാളം. നമ്മുടെ നടി മലയാളം. കേരം തെങ്ങും മലയാളം. കിളികൾ ഏഴും മലയാളം. കാടും മലയും തോടും പോൽ നാടൻ മലയാളം. പൂകൾ മലയാളം. പുകഴം പകരം മലയാളം. നാടാണല്ലോ തിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ടെക്സ്റ്റ് കിട്ടിയില്ലേ മോനെ? സിദ്ധാർത്ഥ ടെക്സ്റ്റ് എവിടെയാ ഉള്ളത്? ഇപ്പൊ ചെറുവരുടെ വീട്ടില്. ഓ അതെയാ. ഓക്കെ, ടെക്സ്റ്റ് എടുക്കണേ. ഓക്കെ, നെക്സ്റ്റ് അലൻ. അലൻ ജോസഫ്. നമ്മകൾ നിറയും മലയാളം. നമ്മുടെ നാടി മലയാളം. കേരം മലയാളം. കേളികളേറും മലയാളം. മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. പൂകളണിയും മലയാളം. ഉലകം പകരും മലയാളം. തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഐഫോന. മലയാള നാട്. മലയാള നാട് വായിച്ചോ. നന്മകൾ നിറയും മലയാള. നമ്മുടെ നാടി മലയാള. കേരം തിങ്ങും മലയാളം. കേരികളേറും മലയാളം. കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം.
പൂവുകളണിയും മലയാളം പുളകൾ പകരും മലയാളം തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇവിടെ സിദ്ധാർത്ഥ് എങ്ങനെ വായിക്കും? പുസ്തകം ഉണ്ടോ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇഷിക രാജ്. ഓക്കെ. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാടൻ മലയാളം കേരം തിങ്ങും മലയാളം കേഴികളേറും മലയാളം കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം പൂവുകളണിയും മലയാളം പുളകം പകരും മലയാളം തിരുവോണത്തിൻ നാടാണ് മലയാളം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അമൃത. പാഠം 1 മലയാള നാട്. നന്മകൾ നിറയും മലയാളം നമ്മുടെ നാട് മലയാളം കേരം തിങ്ങും മലയാളം കേളികളോറും മലയാളം കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം പൂവുകളണിയും മലയാളം പുളകം പകരും മലയാളം തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? കൊറേ പേരുണ്ടല്ലേ വായിക്കാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഹോംവർക്ക് ആരൊക്കെ ചെയ്തു? നോട്ട് ഒന്ന് കാണിച്ചേ. എഴുതാൻ പറഞ്ഞു ഒന്ന് കാണിച്ചേ. നമ്മൾ കോപ്പി എഴുതാൻ മതി. കഴ്സീവ് റൈറ്റിംഗ് ഒന്ന് കാണിച്ചേ. എല്ലാവരും എഴുതിയോ? മുഹമ്മദ് ആബിസ് എഴുതിയില്ലേ മോനെ? അശ്വിനി. അശ്വിനിക്ക് ബുക്കില്ല. മറിയം ജിയാറോസ് എഴുതിയില്ലേ മോളെ? ഓക്കെ. ആയുഷ് എഴുതിയോ? ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അതുപോലെ അക്ഷരദീപം ടെക്സ്റ്റ് ബുക്കില്ലേ നമുക്ക്? അക്ഷരദീപം കഴ്സീവ് റൈറ്റിംഗിൽ ഒരു ബുക്കില്ലേ അക്ഷരദീപം എന്ന് പറഞ്ഞിട്ട് 2 അക്ഷരദീപം 2. അപ്പൊ അതിലും എഴുതണേ. അതിൽ ഫസ്റ്റ് പേജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റിലൊക്കെ ഇട്ടിട്ട് വൃത്തിയിൽ എഴുതിയോ? ബുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റാർ എല്ലാം തരാം കേട്ടോ. നല്ല നീറ്റിൽ എഴുതിയവർക്ക് ഒരുപാട് സ്റ്റാർ തരും. അപ്പൊ നല്ല വൃത്തിയിൽ എഴുതണം. ഓക്കെ. അപ്പൊ ഇന്നെന്താണെന്ന് അറിയോ? അക്ഷരദീപം ബുക്ക് തന്നെ അടുത്ത പേജ് ഇന്ന് എഴുതണം കേട്ടോ. അടുത്ത പേജ് എഴുതിയിട്ട് മിസ്സിന് പേഴ്സണലില് നമ്പറിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതിയെ. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണ്ട. എല്ലാവരും ഈ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ ബൈ. ഇവിടെ സമയം കഴിഞ്ഞു. അപ്പൊ അതുപോലെ ഇത് 3 times വായിച്ചിട്ട് അതും വായിക്കണം കേട്ടോ. ഓക്കെ, ശരി. ബൈ. See you. Bye.